കണ്ണൂര് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായ നിതിൻ രാജ്, തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ് കൊല്ലപ്പെട്ടിട്ട് 3 മാസം ആവുകയായി. ഏപ്രിൽ 10-നായിരുന്നു ആ കുട്ടി ഇല്ലാതായത്. ഇത്രയും കാലമായിട്ടും അതിൻ്റെ പ്രധാന പ്രതി എന്ന് എല്ലാ നിലയ്ക്കുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഡോക്ടർ എം കെ റാം എന്ന് പറയുന്ന അധ്യാപകനെ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഹൈക്കോടതി റാമിൻ്റെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും അത് റദ്ദാക്കുകയുണ്ടായി. ഇത്രയൊക്കെ ആയിട്ടും ഈ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രം കേരള പോലീസ് പരാജയപ്പെടുന്നു. അല്ലെങ്കിൽ എന്താണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് നിരവധി കേസുകൾ, കഴിഞ്ഞ സർക്കാർ മാറ്റിവെച്ചതും തള്ളിക്കളഞ്ഞതും ഇല്ലാതാക്കിയതൊക്കെ ആയിട്ടുള്ള നിരവധി കേസുകൾ പൊക്കിക്കൊണ്ടുവരികയും അതിലൊക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതിലൊക്കെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നവകേരള യാത്ര നടന്ന സമയത്തുണ്ടായിട്ട് ഉള്ള ആക്രമണം, പോലീസ് ആക്രമണം, അതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ആക്രമണം, അത്തരം കാര്യങ്ങളിലൊക്കെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെയൊക്കെ നിയമ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ പേരിയയിലെ ഇരട്ടക്കൊലപാതക കേസ്, നിരവധി കേസുകളിൽ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിതിൻ രാജിന്റെ കാര്യത്തിൽ, നമുക്കറിയാം നിതിൻ രാജിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇവിടുത്തെ ദലിത് കമ്മ്യൂണിറ്റിയുടെ ആഹ്വാനത്തിലെ വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇതുവരെയും ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ദലിതുകളുടെ ഇത്തരം ഒരു ആവശ്യം അംഗീകരിക്കുന്നതിനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്കറിയാം, സണ്ണിയം കവിക്കാടിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭമാണ്. അതുപോലെ കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന അവരുടെ ചെയർമാൻ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ, എന്താണ് ഇപ്പോൾ കേരള പോലീസിന് എന്താണ് പറ്റുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പിന് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് റാമിനെ മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ആണ് കേരള പോലീസ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്? ദലിതുകൾക്കും അതുപോലെ ആദിവാസികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഒന്നും നീതി ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് ആ കാര്യം കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇവരുടെ ഒന്നും നീതി ഒന്നും ഞങ്ങളുടെ വിഷയത്തിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയമല്ല എന്നുള്ള രീതിയിൽ. കാരണം ഇന്നലെ സുപ്രീം കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ ഹൈക്കോടതി അതെ, എവിടെ എത്തി, അന്വേഷണം എന്തായി, അന്വേഷണത്തിന്റെ ഏത് രീതിയിലാണ് പോണത്, എത്ര തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു, അത്തരം നിരവധി ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് റാമിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതിന് കേരള പോലീസ് മറുപടി പറയേണ്ടതുണ്ട്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഇതുവരെയും ഈ ഹർത്താൽ കഴിഞ്ഞു, അതുപോലെ നിരവധി തവണ ആഭ്യന്തര മന്ത്രിനെയും അതുപോലെ മുഖ്യമന്ത്രിനെയും ഒക്കെ ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ളവർ പോയി സന്ദർശിക്കുകയും നിതിൻ രാജിമാർ ഇനി കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ രോഹിത് വെമുല ആക്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നിരവധി കാര്യങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന സമയത്തും എന്തുകൊണ്ടാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കോടതി പറയാണ്, തീർച്ചയായിട്ടും ഒരു നിലയ്ക്കും അദ്ദേഹത്തിന് റാമിന് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. കാരണം മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അധിക്ഷേപിച്ച കടുത്ത ജാതീയ അധിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നിലയ്ക്കും ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം തള്ളിയിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു കേസിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ആഭ്യന്തര വകുപ്പിന്റെ വളരെ മോശമായിട്ടുള്ള, ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വകുപ്പ്, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന്റെ വളരെ മോശമായിട്ടുള്ള കൈകാര്യം ചെയ്യൽ അവരുടെ വലിയ പതനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രി ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താത്തത്, അല്ലെങ്കിൽ റാമിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് അതിൽ മാത്രം സാമർത്ഥ്യമില്ലായ്മ, അല്ലെങ്കിൽ അത്ര മോശമാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അതുപോലെ ഇവിടുത്തെ പോലീസ് സംവിധാനവും? എന്തായാലും ഈ സമിതി അടുത്ത ദിവസം തന്നെ, അതായത് ഈ 3 മാസം കഴിഞ്ഞിട്ടും നീതി ലഭ്യമാക്കാത്തതിനെ തുടർന്ന് മാത്രമല്ല സുപ്രീം കോടതി വരെ ജാമ്യം തള്ളിയിട്ടും
നടപടിയെടുക്കുക. ഈ അറസ്റ്റ് നടക്കാത്തതിൻ്റെ പേരിൽ അവർ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 28, 29 തീയതികളിലായിട്ട് തിരുവനന്തപുരത്ത് അവർ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചെയർമാനും അതുപോലെ അതിൻ്റെ നേതൃത്വത്തിലുള്ള സണ്ണിയം കവിക്കാടും കെ സുരേഷും ഒക്കെ അതിൻ്റെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു സമരത്തിലേക്ക് എന്തിനാണ് ഒരു രാപ്പകൽ സമരത്തിലേക്ക് ഈ കേരളത്തിലെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ഒരു ഹർത്താൽ നടത്തി കേരളത്തിൽ. ഒരു ഹർത്താൽ, വലിയ രീതിയിലുള്ളൊരു അക്ഷരാർത്ഥത്തിൽ വിജയകരമായിട്ടുള്ളൊരു ഹർത്താൽ നടത്തി ഈ ഒരു വിഷയം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്, നിതിൻ രാജിന്റെ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഹർത്താലിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു ഹർത്താലിന് ശേഷവും വീണ്ടും ഒരു രാപ്പകൽ സമരത്തിലേക്ക്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ദലിത് സമൂഹത്തെ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലിനെ എത്തിക്കുന്നത് എന്നുള്ളതിന് മറുപടി നൽകേണ്ടതുണ്ട് കേരള സമൂഹത്തോട്. അതുപോലെ ഇവിടുത്തെ ദലിത് ആദിവാസി വിഭാഗങ്ങളോട് ഒക്കെ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അതിന് മറുപടി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് റാമിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജിന്റെ കുടുംബത്തിനും ഈ ആക്ഷൻ കൗൺസിലിനും ഒക്കെ നീതി ലഭ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആഭ്യന്തര വകുപ്പിന്റെ.